الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മാർഗദർശനം അനുസരിച്ച് അത് പിൻപറ്റി നല്ല രീതിയിൽ തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നാം. വളരെ ഹൃദ്യമായ ഒരു വിശ്വാസിയുടെ മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കുന്ന ഒരു പവിത്രമായ മാസമാണ് റമദാൻ. എന്നാൽ അതിവേഗം ഈ ദിവസങ്ങൾ അവസാനിക്കും എന്നും നമുക്കറിയാം. ഇന്നിപ്പോൾ രണ്ടാമത്തെ നോമ്പായി. അതങ്ങനെ അതിശീഘ്രം ഓരോ ദിവസവും അങ്ങനെ ഓടിമറയും. എന്നാൽ ആ വ്രതം നമ്മുടെ മേൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ കർമ്മമാക്കി മാറ്റിയത്? അത് നമുക്ക് അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും നമ്മുടെ തഖ്വ പൂർത്തിയാകാനും വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പൂർവിക സമുദായങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും വ്രതം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി, തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പോൾ നോമ്പിന്റെ ഒരു പ്രധാന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണങ്ങൾ വരിക, അതിൻ്റെ വിശുദ്ധി വർദ്ധിപ്പിക്കുക, കൂടുതൽ തെറ്റുകളിൽ നിന്നെല്ലാം നാം മാറി നിൽക്കുക, എവിടെയൊക്കെ നന്മയുണ്ടോ അതിലേക്ക് മുന്നിട്ടിറങ്ങുക, അതെല്ലാം സ്വായത്തമാക്കുക. ഇതാണ് ഈ മാസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മത്തിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. നിങ്ങൾ ഈ കാലത്ത് ധാരാളമായി നന്മ ചെയ്യുക. വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നിങ്ങൾ നിന്നുകൊടുക്കുക. കാരണം അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന പവിത്ര ദിവസങ്ങളാണ് റമദാൻ. അതുകൊണ്ട് അതിന്റെ ആ പരിമളം, അതിന്റെ ആ ശീതള ഛായ, അത് അള്ളാഹു ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അത് ലഭിക്കാൻ
അതിന്റെ മുമ്പിൽ നിന്നു കൊടുക്കണം. ഫഇന്ന ലില്ലാഹി നഫ്ഹാത്തിൻ മിർ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു ഇളം കാറ്റ് അതിങ്ങനെ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും. യുസീബു ബിഹ മൻ യശാഉ മിൻ ഇബാദിഹി, പക്ഷെ അത് എല്ലാവർക്കും കിട്ടില്ല. അവൻ ഉദ്ദേശിച്ച അവന്റെ അടിമകൾക്ക് മാത്രമേ ആ പടച്ചവന്റെ കാരുണ്യത്തിൽ അതങ്ങനെ വർഷിക്കുമ്പോൾ അത് ലഭിക്കുകയുള്ളൂ. മുഴുവൻ മനുഷ്യന്മാർക്കും അത് കിട്ടില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അതിനായി കാത്തിരിക്കുന്ന, അതിൽ ശ്രദ്ധ കൊടുക്കുന്ന, അത് കിട്ടണമെന്ന് വാശിയുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ വർഷിക്കുന്ന അവന്റെ റഹ്മത്ത് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനേറ്റവും പ്രയോജനപ്രദമായ ഒരു വഴി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടലാണ്. കാരണം നമുക്കറിയാം, ഈ മാസം എന്തുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്? അത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നതാണ് ഒരു പ്രധാന കാരണം. അപ്പൊ അതിനോടുള്ള ഒരു ആദരവും ഒരു ബഹുമതിയും, അതായത് അവസാനത്തെ വേദഗ്രന്ഥം മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ അതിജയിക്കുന്നതും അവയുടെ നന്മകളൊക്കെ സ്വാംശീകരിച്ചും അതിൽ കാലഹരണപ്പെട്ടതൊക്കെ ഒഴിവാക്കിയും ഒരു പുതിയ വേദഗ്രന്ഥം, ആശയങ്ങൾ ഒന്നാണ്, അടിസ്ഥാന തത്വങ്ങൾ ഒന്നാണ്, എന്നാൽ കുറെ കൂടി സവിസ്തരമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദഗ്രന്ഥം മുസ്ലിം സമുദായത്തിന് എന്നല്ല, മനുഷ്യ സമുദായത്തിന് ഒന്നാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമളാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് നേരായ മാർഗം കാണാൻ വേണ്ടിയാണ്, ലഭിക്കാൻ വേണ്ടിയാണ് ആ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വളരെ സ്പഷ്ടമായ തെളിവുകളും അടയാളങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനും, വൽ ഫുർഖാൻ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഇവ രണ്ടിന്റെ ഇടയിലും വിവേചിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഈ ഖുർആൻ. അങ്ങനെയുള്ള ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുന്നതും, അത് പാരായണം ചെയ്യുന്നതും, അത് പരിചിന്തനം നടത്തുന്നതും, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതും ഈ മാസത്തിൽ ധാരാളക്കണക്കിന് സമയം അതിന് നമ്മൾ ചെലവാക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 57-58 വചനങ്ങളിൽ എന്താണ്? യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. എല്ലാ മനുഷ്യരും ഈ വിശുദ്ധ ഖുർആന്റെ അഭിസംബോധിതരാണ്. ഒരു പ്രത്യേക സമുദായത്തിനല്ല, മനുഷ്യരായി ജനിച്ച എല്ലാ മാനവർക്കും ഇത് മാർഗദർശനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഖദ് ജാഅകും യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സാരോപദേശം, നിങ്ങൾക്ക് നന്നാവാൻ ആവശ്യമായ, നിങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന, നിങ്ങൾക്ക് നന്മകൾ പകർന്നു നൽകുന്ന ദിവ്യവചനങ്ങൾ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയ രോഗങ്ങൾക്കുള്ള ശമനമാണത്. മനുഷ്യനെ ബാധിക്കുന്ന മാത്സര്യം, അതുപോലെ അസൂയ, അതുപോലെ ശിർക്ക്, എന്തെല്ലാം മാലിന്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് മനുഷ്യനെ നന്നാക്കി തീർക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സന്മാർഗമാണ്. വിശ്വാസികളായ ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് അത് കാരുണ്യവുമാണ് ഖുർആൻ. അതുകൊണ്ട് നീ പറയുക, പ്രഖ്യാപിക്കുക, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ആ കാരുണ്യവും, ഫബിദാലിക ഫല്യഫ്റഹു, അത് ലഭിച്ചതിൽ അവർ സന്തുഷ്ടി രേഖപ്പെടുത്തട്ടെ, അവർ ആഹ്ലാദം കൊള്ളട്ടെ,
ഖൈറു മിമ്മാ യജ്മഊൻ, അവർ സംഭരിക്കുന്ന ഭൗതികമായ സൗകര്യങ്ങളെക്കാൾ, അവർ സംഭരിക്കുന്ന ധനത്തേക്കാൾ, അവർ സമ്പാദിക്കുന്ന ഐശ്വര്യത്തെക്കാൾ, അവർ കൂട്ടിവെക്കുന്ന അവരുടെ ധനകൂമ്പാരങ്ങളെക്കാൾ അവർക്ക് ഏറ്റവും നല്ലത് ഈ വിശുദ്ധ ഖുർആന്റെ സന്മാർഗവും അതിന്റെ വെളിച്ചവുമാണ്. അത് അവരെ നന്നാക്കാനുള്ളതാണ്. അത് അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമായി ലഭിച്ചതാണ്. അതിൽ സന്തോഷിച്ചുകൊണ്ടും സന്തുഷ്ടി രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ നിലകൊള്ളണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം നമ്മൾ ഖുർആൻ എടുക്കണം, പാരായണം ചെയ്യണം, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, അത് പഠിക്കാനുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ നിരന്തരമായി ഒരു മുസാഹഫ് നമ്മൾ കരുതി വെച്ച് ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ വെറുതെ അനാവശ്യമായ സംസാരങ്ങളിലൊന്നും മുഴുകാതെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കണം. ഈ മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നാളെയും മറ്റന്നാളുമായി അങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് ഇത് ഹിദായത്തിന്റെ മാസമാണ്. ഹിദായത്ത് ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ധാരാളക്കണക്കിന് സന്തോഷ വാർത്തകൾ ആ ഖുർആനിലുണ്ട്. ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകൾ ആ വിശുദ്ധ ഖുർആനിലുണ്ട്. കഴിഞ്ഞുപോയ സമുദായത്തിന്റെ അവർക്കൊക്കെ സംഭവിച്ച പര്യവസാനങ്ങളെ വ്യക്തമായി ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അത് ചിത്രീകരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട അദബുകളും മര്യാദകളും നമ്മളെ പഠിപ്പിക്കുന്നു. ഈ നിലക്ക് ആ ഖുർആൻ എന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രായിൽ എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആൻ, യഹ്ദി ലില്ലതി ഹി അഖ്വം, എല്ലാ കാര്യത്തിലും ഏറ്റവും നല്ലതെന്താണോ അതിലേക്ക് നിങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന, അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന, അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ തബ്ശീറുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്താണ്? അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ കൂലി. അതാണ് കബീറൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയാത്ത അതിലും വലിയ പ്രതിഫലമാണ് ഓരോ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. സഹോദരന്മാരെ, അത് ചെറുതും വലുതുമായി നമുക്ക് ഇഷ്ടം പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുള്ള ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിനായി നമുക്ക് പ്രചോദനം നൽകുന്ന ആ വേദഗ്രന്ഥത്തെ നമ്മൾ ധാരാളമായി ഓതുകയും പാരായണം ചെയ്യുകയും പഠിക്കുകയും പരിചിന്തനം നടത്തുകയും ചെയ്യേണ്ട മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തഹറത്ത് ഖുലൂബുക്കും മാ ശബിഅത് മിൻ കലാമില്ലാഹി അസ്സ വജല്ല. നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് മതിയാവില്ല. എത്ര കേട്ടാലും, എത്ര ഓതിയാലും, എത്ര പഠിച്ചാലും, എത്ര പാരായണം ചെയ്താലും വീണ്ടും വീണ്ടും അത് ഓതാനും പാരായണം ചെയ്യാനും പഠിക്കാനും നിങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനൊരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. വൈൻ തഹുറത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയുള്ളതാണെങ്കിൽ, മാ ശബിഅത് മിൻ കലാമില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ കലാമ് അത് അവർക്ക് മതിയാവില്ല, അവർക്കത് വയറ് നിറയില്ല. വീണ്ടും വീണ്ടും അതുമായി ബന്ധപ്പെടാനും അത് ഓതാനും പാരായണം ചെയ്യാനും അവർ സമയം കണ്ടെത്തും എന്നാണ് വിശുദ്ധ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മളെ ഉപദേശിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ അത് മനുഷ്യലോകത്തിന് മാത്രമല്ല, ജന്തുവർഗത്തിന്, ജിന്നുവർഗത്തിന്, അത് എന്തെന്ന് മാത്ര ആ ജിന്ന് വിഭാഗത്തിന് ആ ഖുർആൻ ഏൽപ്പിച്ച സ്വാധീനം, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനം സൂറത്തുൽ ജിന്നിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമഅനാ ഖുർആനൻ അജബാ യഹ്ദി ഇലർ റുശ്ദ് ഫആമന്നാ ബിഹി വലാ നുശ്രികു ബിറബ്ബിനാ അഹദ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ പറയാണ്, പ്രവാചകരെ പറയുക, എനിക്ക് വഹയ്യായി അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. കാരണം വഹയ്യായി അറിയിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പിന്നിൽ ഖുർആൻ സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിന്നു വിഭാഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തപ്പോഴാണ് മനസ്സിലായത്. കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു സംഘം, ഇസ്തമഅ, അവർ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്.
ഫഖാലു, എന്നിട്ട് പറഞ്ഞു, ഇന്നാ സമഅനാ ഖുർആനൻ അജബ. ആ ഖുർആൻ കേട്ടപ്പോൾ പ്രവാചകന്റെ ആ ഈണത്തിലും വളരെ സുഗമമായ ആ പാരായണത്തിലും അത് കേട്ടിട്ട് അവർ പറയാണ്, ഞങ്ങൾ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഖുർആൻ കേട്ടു. യഹ്ദി ഇല റുഷ്ദി, ആ വചനങ്ങൾ മുഴുവനും നേരായ മാർഗത്തിലേക്കാണ് അത് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ആ റബ്ബിൽ ഒരു ശക്തിയെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ല. ഞങ്ങൾ അള്ളാഹുവിൻ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കും എന്ന് ആ ജിന്നുകൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ സന്മാർഗത്തിലേക്ക് മനുഷ്യരെയും ജിന്നുകളെയും നയിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. വീണ്ടും എത്രയും ഉത്തമമായ എല്ലാ വേദഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ ഏറ്റവും ഉത്തമമായ കലാമുള്ളതാണ്, അതിൽ ഏറ്റവും ആശയസമ്പുഷ്ടമായതാണ്, ഏറ്റവും ക്രമീകരിച്ചു വച്ചിട്ടുള്ളതാണ്. വിധികളെയും ന്യായങ്ങളെയും പ്രമാണങ്ങളെയും വളരെ സ്പഷ്ടമായി വിവരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു പറയുന്നു സൂറത്ത് ഫുസ്സിലത്ത് അതിന്റെ 41-42 വചനങ്ങളിൽ, വഇന്നഹു ലകിതാബുൻ അസീസ് ലാ യഅതിഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. വഇന്നഹു ലകിതാബ്, അതൊരു വേദഗ്രന്ഥമാണ്. അസീസ്, അതേറ്റവും പ്രതാപമുള്ള, അതിന്റെ ഓജസ്സുള്ള, ഐശ്വര്യം നിറഞ്ഞ കിതാബാണ്. ലാ യഅതിഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, ഒരു ബാത്തിലും ഒരു സത്യവിരുദ്ധമായ കാര്യങ്ങളും അതിന്റെ ഏത് ഭാഗത്തു കൂടെയും വിശുദ്ധ ഖുർആനിൽ കടന്നുകൂടുകയില്ല. അത് മുമ്പിലൂടെയോ പിറകിലൂടെയോ അതിലേക്ക് ഒരു ബാത്തിൽ കയറിക്കൂടുക സാധ്യമേ അല്ല. അതിലുള്ളത് 100% ശരിയാണ്. ഒരിക്കലും ഒരു ബാത്തിലില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്. എന്തുകൊണ്ടാണ് അതിൽ ബാത്തിൽ വരില്ല എന്ന് പറഞ്ഞത്? തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, എല്ലാം യുക്തിഭദ്രമായി ചെയ്യുന്ന, എല്ലാ സ്തുതികൾക്കും അർഹനായ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വാക്കാണ്. അത് മനുഷ്യരുടെ വാക്കല്ല, സൃഷ്ടികളുടെ വാക്കല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് അതിലെന്തില്ല, ബാത്തിലായ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ദിവസവും അതിലേക്ക് ജനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടമായി ഈ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോ ഖുറൈശികളായ ആളുകൾ പാക കൂടി അസ്വസ്ഥരായി. പ്രവാചകനോട് വിരോധമുള്ള ആളുകൾ മുഴുവനും കൂടുതൽ ക്ഷമകേട് കാണിക്കാൻ തുടങ്ങി. അവസാനം അവരുടെ കാരണവർ, സാഹിത്യ കാര്യങ്ങളിൽ വിധി പറയുന്ന, ഏറ്റവും ശക്തമായ നിലക്ക് അറബി കവിതകൾ പാടുന്നത് ഏത് കവിയാണ് എന്ന് വിധി പറയുന്ന, അങ്ങനെ അതിന്റെ ഹാക്കിം എന്നറിയപ്പെടുന്ന, സാഹിത്യരംഗത്തും കവിതാരംഗത്തും വിധി പറയാൻ വേണ്ടി അവർ നിശ്ചയിച്ചിട്ടുള്ള വലീദ് ഇബ്നു മുഗീറ, അദ്ദേഹത്തിന്റെ അടുക്കൽ അവർ വന്നു. എന്താണിപ്പോൾ അവസ്ഥ? എന്താണ് നിങ്ങൾക്ക് ഈ ഖുർആനെ കുറിച്ച് തോന്നുന്നത്? മുഹമ്മദ് നിരന്തരം പാരായണം ചെയ്യുന്നു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറെ കുട്ടികൾ അതിലേക്ക് ആകൃഷ്ടരായി അങ്ങനെ പഴച്ചു പോകുന്നു. അതുകൊണ്ട് എന്താണൊരു പരിഹാരം? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ് വല്ലാഹി ഇന്നലി ഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ. ഞാൻ എങ്ങനെ അതിനെ എതിർത്ത് പറയും? ഞാൻ എങ്ങനെ ആ ഖുർആനെ നിഷേധിക്കും? കാരണം അദ്ദേഹത്തിന് ഇത് അറിയാം, സ്വർണം വ്യാജമാണോ മുക്കുപണ്ടമാണോ നല്ല സ്വർണമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ഇന്നലി ഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന വചനങ്ങൾക്ക് ഒരു മാധുര്യമുണ്ട്. വഇന്ന അലൈഹി തലവ, അതിനൊരു ഈണവും ഒരു രീതിയുമുണ്ട്. പിന്നെ വഇന്നഹു ലമുസ്മിറുൻ അലാഹു, അതിന്റെ ശിഖരങ്ങൾ ഫലങ്ങൾ കൊണ്ട് കായ്ച്ചു നിൽക്കും. വമുഗ്ദികുൻ അസ്വലുഹു, അതിന്റെ താഴ്ഭാഗം വേരുകൾ ഏറ്റവും സമ്പുഷ്ടമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. വഇന്നഹു ലിയഅലു വമാ യുഅല, അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനെ പരാജയപ്പെടുത്താൻ ഒരു കലാമിനും സാധ്യമല്ല ആ ഖുർആന്റെ മുമ്പിൽ നിൽക്കാൻ. ഇങ്ങനെ അദ്ദേഹം അഭിപ്രായപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം പോലും അവർക്ക് നഷ്ടപ്പെടുമോ, ഇസ്ലാമതം സ്വീകരിച്ചു കളയുമോ എന്ന് അവർ ഭയപ്പെട്ടു. ഒരുപാട് ചരിത്രം അതിന് പിന്നിലുണ്ട്. ഏതായാലും ശരി, അള്ളാഹു ആ ഭാഗ്യം അയാൾക്ക് കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം സത്യം പറഞ്ഞു. ഈ ഖുർആൻ മാധുര്യമുള്ളതാണ്, ഖുർആൻ ഈണമുള്ളതാണ്, ഖുർആൻ സൗന്ദര്യമുള്ളതാണ്, ഖുർആൻ ആശയസമ്പുഷ്ടമാണ്. അത് ഖുർആൻ എന്നും മനുഷ്യലോകത്തിന്റെ മുമ്പിൽ വിഭവങ്ങൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ലാത്ത വിധം അത് വേരോട്ടമുള്ള, ഭൂമിയിലേക്ക് ഇറങ്ങി വളർന്ന ഒരു വടവൃക്ഷം പോലെയാണ് എന്ന് അതിന് ശത്രുക്കൾ പോലും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കാര്യം നമുക്ക് ഓർമ്മ വേണം. ആ ഖുർആനുമായി ബന്ധപ്പെടണം. സമയങ്ങളൊന്നും നഷ്ടപ്പെടാതെ
അപ്പോൾ മുസാഫ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ മൊബൈലിലൊക്കെ ഖുർആനുണ്ട്. എല്ലാവരുടെ മൊബൈലിലും വിശുദ്ധ ഖുർആന്റെ കോപ്പികളുണ്ട്. അതെങ്കിലും ഖുർആൻ പെട്ടെന്ന് കിട്ടാത്തപ്പോൾ ആ ഖുർആനിലെ മൊബൈലിലുള്ള ഖുർആൻ തുറന്നുകൊണ്ടെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഓതിക്കൊണ്ടിരിക്കണം. ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഈ റമദാൻ മാസത്തിൽ ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളായി മാറണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹമാണ് ദിവ്യ സന്ദേശവുമായി പ്രവാചകനെ സമീപിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാം, മലക്കുൽ വഹി, വഹിയിന്റെ മലക്കാണ്. അദ്ദേഹമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആ സന്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവാചകന്റെ സന്നിധിയിലെത്തി അദ്ദേഹത്തിന് അത് ഹൃദിസ്ഥമാകുന്നത് വരെ അദ്ദേഹത്തെ അത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഡ്യൂട്ടിയുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം റമദാൻ മാസമായാൽ എല്ലാ ദിവസവും പ്രവാചകന്റെ ജീവിതകാലത്ത് റമദാൻ മാസത്തിന്റെ ഓരോ രാത്രിയിലും പ്രവാചകന്റെ അടുക്കൽ വരും. യുദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. അതുവരെയും വന്ന വഹയികൾ ശരിയാണോ, അത് കൃത്യമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് പൂർണ്ണമായി ഉറപ്പുവരുത്തുക എന്ന ദൗത്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ രാത്രിയിലും ഇപ്രകാരം പ്രവാചകന്റെ അടുക്കൽ ജിബ്രീൽ വന്നു പോകുന്നത് കൊണ്ട് അതൊരു ലക്ഷണമാണ്. എന്താണ് ലക്ഷണം? മുസ്ലിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഖുർആൻ അതിന്റെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ നോക്കി പ്രവാചകന്റെ ഹൃദയത്തിൽ അതിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ജിബ്രീൽ ചെയ്യുന്നുവെങ്കിൽ എല്ലാ രാക്കാലങ്ങളിലും റമദാനിന്റെ രാവുകളിൽ ധാരാളമായി സത്യവിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഒരു ഐറണിക്കൽ, അതിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കിയാൽ രാകാലങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണമെന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, വഹാദാ യദുല്ലു അലാ ഇസ്തിഹ്ബാബിൽ ഇക്സാരി മിന തിലാവത്തി ഫീ റമദാൻ ലൈലൻ. രാത്രിയിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രേരണ നൽകുന്നതാണ് ഈ സംഭവം. ഫഇന്നൽ ലൈല തൻഖതിഉ ഫീ ശവാഗിൽ. രാത്രിയിൽ ശാന്തമാണ്, അതിൽ ആളുകൾ അധികമായി ജോലിയിലൊന്നും ഏർപ്പെടാത്ത സമയമാണ്. വയജ്തമിഉ ഫീൽ ഹമ്മു. അവന്റെ ശ്രദ്ധ കൂടുതൽ കിട്ടും, പല കാര്യങ്ങളിലേക്കും ശിഥിലമായി പോകാതെ ഏകാഗ്രത കിട്ടുന്ന സമയമാണ് രാത്രി. വയതവാതു ഫീൽ ഖൽബു വൽ ലിസാൻ. ഓതുന്ന നാവും ശ്രദ്ധിക്കുന്ന ഹൃദയവും തമ്മിൽ യോജിപ്പുണ്ടാകുന്ന സമയമാണ് രാത്രി. അല തദബ്ബുർ, ആലോചിക്കാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ സഹോദരന്മാരെ, അത് ശ്രദ്ധിക്കണം. സലഫുകളായ പണ്ഡിതന്മാരായ ആളുകൾ എങ്ങനെയാണ് റമദാൻ മാസത്തിൽ ഖുർആനെ സമീപിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 കാര്യങ്ങളെ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആനി വ ഇത്ആമുത് തആം. വേറെ ഒരു കാര്യം പറയണ്ട. തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക, വ ഇത്ആമുത് തആം, ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കുക, വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. മറ്റ് അദ്ദേഹത്തിന്റെ ദർസുകളും മറ്റ് നിശാത്താത്തുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം മാറ്റിവെച്ച് ഖുർആൻ പഠിക്കാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുമായി ഞാൻ ഈ ദിവസങ്ങൾ നീക്കിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അസ്വദ് ബിൻ യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി യഖറഉൽ ഖുർആന ഫീ കുല്ലി ലൈലത്തൈനി ഫീ റമളാൻ. 2 രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്ന ആളായിരുന്നു ആര്? അസ്വദ് ബിൻ യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹിം നഖൈ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് പറയാണ്, യഖറഉൽ ഖുർആന കുല്ല ലൈലത്തൈനി ഫീൽ അശ്റിൽ അവാഖിർ. അവസാനത്തെ 10-ൽ, റമദാനിന്റെ അവസാനത്തെ 10-ൽ ഖുർആൻ മുഴുവനും 2 രാവ് കൊണ്ട് അദ്ദേഹം ഓതി തീർക്കും. എന്നാൽ ഫീ ബഖിയത്തി ശഹർ, അല്ലാത്ത ദിവസങ്ങളിലോ 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ, അതായത് ഒരു ദിവസം 10 ജുസ്, അങ്ങനെ 3 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു എന്നാണ്. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമായി ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ഹാഫിളുകളുണ്ട്.
സഹോദരന്മാരെ, അത് വളരെ വലിയ അമാനത്താണ് ഹിഫ്ള് എന്ന് പറയുന്നത്. തമാശയല്ല അത്. നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ ഹാഫിളായാൽ നമ്മൾ വലിയ വലിയ സന്തോഷം രേഖപ്പെടുത്തും. കുടുംബങ്ങളൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും. എല്ലാവരും അന്യോന്യം ആശീർവദിക്കും. ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടി ഹാഫിളായാൽ, ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഹാഫിളായാൽ അവിടെ ആഘോഷങ്ങളാണ് വേണം. അതിൽ ആളുകൾ സന്തോഷിക്കണം. കാരണം അത് അമൂല്യമായ നിധിയാണ്, എല്ലാവർക്കും കിട്ടാത്ത ഒരു വലിയ നേട്ടമാണ്. എന്നാൽ ഹാഫിളായാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി. പിന്നെ ഖുർആൻ ഓതി നോക്കാതിരുന്നാൽ അത് മറന്നുപോകും. നമുക്ക് ഒരുപാട് എത്ര ഹാഫിളുകളാണ് ഇപ്പോൾ ഒന്ന് ഇരുത്തി ഓദിച്ചു നോക്കിയാൽ ധാരാളം തെറ്റുകളല്ലാതെ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അവർക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ട്? മുറാജ വേണം, മുറാജ ഇല്ല. അപ്പൊ അതിന് പറ്റുന്ന സമയമാണ് റമദാൻ മാസം. ഇനി മുഴുവൻ ഹിഫ്ളില്ലെങ്കിലും കുറെ ആളുകൾക്ക് ചില സൂറത്തുകളും കാര്യങ്ങളൊക്കെ മനഃപ്പാടമുണ്ടാകും. അതിനും വേണം എവിടെങ്കിലും ഒരു മൂലക്കിരുന്ന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് പരിശോധിച്ച് ഓതി നോക്കണം. അത് തന്നെ ഓതുന്നത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേൾക്കണം. തെറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരുത്തണം. ആ രൂപത്തിൽ ഹാഫിളുകൾ അതിൽ നിന്ന് പ്രത്യേകമായി ശ്രദ്ധ കാണിക്കണമെന്നാണ്. കാരണം മനുഷ്യന് രണ്ടവസ്ഥകളുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. രണ്ടവസ്ഥകൾ. ചിലപ്പോൾ നന്മയിലേക്ക് ആഭിമുഖ്യപ്പെട്ടു വരുന്ന അവസ്ഥ ഉണ്ട്. കൂടുതൽ കൂടുതൽ നന്മ ചെയ്യണം എന്ന് അഭിലാഷമുണ്ടാകുന്ന ഒരു സമയമുണ്ട്. ആ അഭിലാഷമുണ്ടാകുമ്പോൾ ഫർളുകൾ ഏതായാലും ചെയ്യും. നിങ്ങൾ എല്ലാ സുന്നത്തുകളും അനുഷ്ഠിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഖത്താബ് പറയുന്നത്. ചിലപ്പോൾ ഒരു പിന്മാറ്റമുണ്ട്, ഒരു പിറകോട്ടടി ഉണ്ടാകുമ്പോഴോ ഒരു ഫർളും നഷ്ടപ്പെടുകയില്ലെന്ന് നിങ്ങൾ ഉറപ്പും വരുത്തണം എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇന്ന ലിഹാദിഹിൽ ഖുലൂബി ഇഖ്ബാലൻ വ ഇദ്ബാറ. മനുഷ്യ ഹൃദയങ്ങൾക്ക് മുന്നോട്ടുള്ള ആഗമനവുമുണ്ട്, പിറകോട്ടടിയുമുണ്ട്. ഫഇദാ അഖ്ബലത് ഫഖുദൂഹാ ബിന്നവാഫിൽ. അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് അതിനാവേശം വർദ്ധിപ്പിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്. അല്ല, പിറകോട്ടടിക്കുകയാണെങ്കിൽ ഒരു ഫർളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പും വരുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിനും അവനെ അനുസരിച്ച് ജീവിക്കുന്നതിനും തഖ്വ കാണിക്കുന്നതിനും അള്ളാഹുവിനോട് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും, പ്രത്യേകിച്ച് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ അഇന്നി അലാ ദിക്രിക. നിന്നെ ഓർക്കാൻ, നിന്നെ പ്രകീർത്തിക്കാൻ എനിക്ക് നീ സഹായം ചെയ്യണം, അതെനിക്ക് തോന്നിപ്പിച്ചു തരണം. വശുക്രിക, നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും എനിക്ക് സൗകര്യപ്പെടുത്തണം. വഹുസ്നി ഇബാദത്തിക, നല്ല നിലക്ക് നിന്നെ ആരാധിക്കാനും സൗകര്യമുണ്ടാകണം. ഈ ദുആ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. ഈ പ്രാർത്ഥന പറയുന്ന, ആരാധനകളിൽ ചെയ്യുന്ന, വളരെ പ്രയോജനപ്രദമായ നിലക്ക് ഈ റമദാനിന്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പൊറുക്കുന്ന വിധം ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ മുഴുവൻ കുറ്റങ്ങളും പൊറുക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد أقيم الصلاة